നമ്മുടെ പരിപാടി ഫുഡ് റെഡിയാണ്. നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേര് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വെയിറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ വന്നു. നമ്മൾ വന്നേക്കുന്നത് ഉമാമിയിലാണ്. ഉമാമിയിൽ എന്തോ റാമനൊക്കെ കിട്ടുന്നവരുണ്ട്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഹോട്ട് വീൽസ് ഉണ്ടെങ്കിൽ ഹോട്ട് വീൽസ് നോക്കണം. നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഉമാമിയിൽ കേട്ടോ. ഉമാമി ദ 5th ഫ്ലേവറിലാണ്. ഇവിടെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. ലോഡഡ് ഉണ്ട്, പാതിരാക്കോഴിയുണ്ട്. ഇതെല്ലാം ഒരു ഫുഡ് കോർട്ട് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. നമ്മൾ വന്ന് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ ഫുഡ് സോൺ കൺട്രിയും ഈ ഉമാമിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, നല്ല ചെടികളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. പുറകിൽ ഫോർഡിൻ്റെ സർവീസ് സെൻറ്റർ കാണാം. ഫോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്നേനെ. എന്ത് ചെയ്യാനാ, ഫോർഡ് പോയില്ലേ. പക്ഷേ സർവീസ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോസ്റ്റാണ് ഗെയ്സ്. ഇവിടെ ആരും വന്നിട്ടില്ല, നമുക്ക് വെയിറ്റ്. രണ്ടുപേരും ഓൺ ദ വേ ആണെന്നാണ് പറയുന്നത്. ഇത് നോക്കാം. അപ്പം നമുക്ക് ഉമാമിയിൽ ജസ്റ്റ് കയറി നോക്കാം. ഉമാമി ദ 5th ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അകത്താണെങ്കിൽ നമ്മുടെ മെനു എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ചിക്കൻ തുക്കയായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഡ്രാഗൺ ചിക്കൻ നൂഡിൽസും ട്രിപ്പിൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഇതാണ് ട്രിപ്പിൾ ചിക്കൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ബുൾസൈയൊക്കെ ആയിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. കൊള്ളാമല്ലേ. ഇതാണ് നവീന്, ഇതാണ് സിനാന്. നമ്മളാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവൻ്റെ ഡ്രാഗൺ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ ആ സൈഡിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ തുക്ക കഴിച്ചോ. ഇത് ശരിക്കും ഒരു ടിബറ്റൻ ഡിഷ് ആട്ടോ. അതായത് നൂഡിൽസും ചിക്കൻ്റെ ബ്രോത്തും ചിക്കൻ പീസസും വെജിറ്റബിൾസും ഒക്കെ ആയിട്ടുള്ളൊരു ഡിഷാണിത്. റാമനാണോന്ന് ചോദിച്ചാൽ അല്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ചിക്കൻ ബ്രോത്താണ് വരുന്നത്, മാത്രമല്ല സ്പൈസസും ഉണ്ട്. നമ്മുടെ ജാപ്പനീസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മീസോയോ അല്ലെങ്കിൽ കിംച്ചിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണെങ്കിൽ നോർമൽ നമ്മുടെ സ്പൈസസ് ഒക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ലാസ്റ്റ് ബ്രോത്ത് വരെ കുടിച്ചു. നല്ല ഫ്ലേവറും ക്വാണ്ടിറ്റിയും ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ നമ്മൾ സ്കൂൾ മാർട്ടിൽ പോയി. ഇവിടെ ഹോട്ട് വീൽസ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഫാൻറ്റസി കാർസ് മാത്രം ഉണ്ടായിരുന്നു. സൈഡാക്കി കളഞ്ഞു. അതിന് തൊട്ടടുത്ത് അൽത്താമർ എന്നൊരു ഷോപ്പുണ്ട്. അവിടെ മിൽക്കയുടെ ചോക്ലേറ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്, നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണെങ്കിൽ മറ്റേ വയറിലായിട്ടുള്ള കോളയാണ്. ഇത് ഡേറ്റ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു പോഷ പനമേര പോകുന്നു, അടിപൊളി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിതൊരു പെപ്സിയുടെ ലൈക്ക് ഫ്ലേവറാണ് തോന്നി. സംഭവം കൊള്ളാം. മധുരം ഇച്ചിരി കുറവുള്ള പോലെ തോന്നി. ഗൈസ് നല്ല തിരക്കാണ്. കാക്കനാട് നമ്മൾ പോകുന്നത്. കാക്കനാട് നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കലൂര് വരെ പോകണം. അക്രലിക് ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാറിൻ്റെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡിസ്പ്ലേ കേസ്. അതിൻ്റെ ഇനി ലാസ്റ്റായിട്ട് ഒരു കവറും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു അക്രലിക് ഷീറ്റ് വേണം. അത് കലൂർ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ ആ തിരക്കൊക്കെ താണ്ടി നമ്മൾ ഷോപ്പിലെത്തി. നമ്മുടെ ചേട്ടൻ അത് കട്ട് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ കട്ടിങ് ആട്ടോ. നമ്മുടെ ഹോട്ട് വീൽസ് ഡിസ്പ്ലേ കേസിന് ഒരു കവർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ ഉടനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടപ്പള്ളിയിലുള്ള സൈൻ ലെവലിൽ പോയി. നമ്മൾ തൃക്കാക്കര ഒരു തവണ പോയായിരുന്നു, അന്നേരം കിട്ടിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ മെനു കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അപ്പോൾ അവിടെ ഇരുന്ന കാഷ്യർ ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സലാം കട്ടിയെ ട്രൈ ചെയ്ത് നോക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സലാം കട്ടിയെ ന്യൂട്രല പ്ലസ് പിസ്താഷ്യോ ഓർഡർ ചെയ്തു. അവിടെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ പോയി നമ്മുടെ സാധനം വാങ്ങിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് സൈൻ 11 ട്രൈ ചെയ്ത് നോക്കാം ഗീസ്. നല്ല പാക്കിംഗ് ആട്ടോ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ലീക്കൊന്നും വരാതെ നല്ല സെറ്റായിട്ട് ഇരുന്നുള്ളൂ. ചെറിയൊരു തണുപ്പോട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് കുനാഫ ടോസ്റ്റഡ് ആയിട്ടുള്ള പീസസ് ഉണ്ടാവും, അതാണ് ടോപ്പിലുള്ളത്. പിന്നെ ഏറ്റവും താഴെ കസ്റ്റാർഡും ഉണ്ടാവും. പിന്നെ കേക്കും ഉണ്ട്, വിപ്പിംഗ് ക്രീമും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. സ്വീറ്റാണെന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിങ്ങനെ ക്രേവിങ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വൈറലാവാനുള്ള ചാൻസ് എന്താ, കാര്യം എന്താണെന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുക എടപ്പള്ളിയുടെ ഔട്ട്ലെറ്റിൽ തന്നെ പോവുക. ഇതാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. നല്ല സർവീസുമാണ്, ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതെനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ന്യൂട്രല്ല സൈഡാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട്. മുകളിൽ ഹേസൽ നട്ട്സിൻ്റെ ഒക്കെ ഒരു ചെറിയ പീസസൊക്കെ കിടപ്പുണ്ട്. സംഭവം അടിപൊളി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ മിനി വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.